നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ വട്ടാണോ? 5 മണിക്ക് എങ്ങനെയാ കാണുക? അവൾ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ഞാൻ അവളെ പെണ്ണ് കാണാൻ ചെല്ലുന്ന വിവരം അറിയാത്തതുപോലെ അവൾ എന്തിനാ നടിക്കുന്നത്? ഇനി ഇതും അവളെന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്ന വിവരം അവളോട് പറയാതെ അവളെ ഞാൻ കളിപ്പിക്കും. അവൾ ഒളിപ്പിക്കുന്ന സസ്പെൻസ് ഞാൻ പൊളിക്കും. എന്താ ഇത് ഓക്കെ അല്ലേ? നീ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി. അപ്പൊ നമുക്ക് ഈസിയായി ഗോപികയെ ഒഴിവാക്കാം. കേറാം, നമുക്ക് കേറാം. ഇപ്പോഴല്ല, നേരെ നടന്നേ ഇങ്ങോട്ട്. എങ്ങോട്ടേക്ക്? നീ നോക്ക്, അവിടെ ട്രെയിൻ കണ്ടോ? അത് കുട്ടികളുടെ ട്രെയിൻ അല്ലേ? ആ ട്രെയിനിൽ നമുക്ക് കേറാം. അതൊക്കെ പിന്നീട്. വാ, ആദ്യം മരുന്നും ആഹാരം കഴിക്കാം. വാ കുട്ടനിരിക്കേ, ഇരിക്കേ. മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ട്രെയിനിൽ കയറാം. ആദ്യം ഈ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ട്രെയിനിൽ പോവാം. കഴിക്കേ. ദോശയോ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഉള്ളു ദോശ വേണമെന്ന്. കഴിക്കേ. സമയം ഒത്തിരിയായി, ഞാൻ പോയിക്കോട്ടെ കുട്ടാ. മലക്ക് പോവാണോ? പോവാ, നാളെ കാണാം കേട്ടോ. അയ്യോ പോവണ്ട. പോവാതിരുന്നാ ശരിയാവില്ല കുട്ടാ. ഞാൻ പോയിട്ട് നാളെ കറക്റ്റ് ആയിട്ട് വരാം. നാളെയോ? നാളെ വരാം. അപ്പൊ ട്രെയിനോ? ട്രെയിനിൽ നമുക്ക് നാളെ കയറാം. നോക്കിക്കോണേ. മലക്ക് ടാറ്റ. ദേവിക, സർ, താനെന്താ ഇവിടെ? തന്റെ വീട് നോർത്തിലല്ലേ? ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നതാ. അത് ശരി. ഞാനൊന്നും ഇവിടെ വാക്കിങ്ങിന് വരുന്നേ. എന്നാ ഞാൻ അങ്ങോട്ട്. ഞങ്ങളിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ജാനകി പറയും. ശരി. ശരി. എവിടെ പോയി? ഇപ്പൊ വരാന്നാ പറഞ്ഞത്. ഇപ്പൊ നേരെ എത്രേ? ഇനി ലേറ്റ് ചെയ്താ ശരിയാവില്ല. അവനെ വിളിക്കാം. ഹലോ. ആ
ഋഷി എന്ത് പണിയായി കാണിക്കുന്നേ? എപ്പോ വരാന്നാ പറഞ്ഞത്? ദേ, ഞാൻ ഇവിടെ വന്ന് പോസ്റ്റ് ആയിട്ട് എത്ര മണിക്കൂറായി, ഇതെന്താ വരാത്തെ? ദേ, വരുന്നില്ലെങ്കിൽ വരുന്നില്ല എന്ന് വിളിച്ചു പറയണം. ഇങ്ങനെ വലിപ്പിക്കരുത്. എനിക്ക് ഓഫീസിൽ ജോലിയുള്ളല്ലേ. എടോ, ഞാനിപ്പോ വരുന്നില്ല. എന്തായാലും വൈകിട്ട് 5 മണിക്ക് ഞാൻ തന്നെ കാണാൻ വരുന്നുണ്ടല്ലോ. 5 മണിക്കോ? 5 മണിക്കൊന്നും ഞാൻ വരില്ല. വരണ്ട, പക്ഷെ 5 മണിക്ക് ഞാൻ തന്നെ കണ്ടിരിക്കും. ഓക്കെ, ബാക്കി നേരിൽ. ബൈ. അല്ല ഞാൻ ഋഷി, ഹലോ ഹലോ. എന്താ വട്ടാണോ? 5 മണിക്ക് എങ്ങനെയാ കാണുക? അവൾ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ഞാൻ അവളെ പെണ്ണ് കാണാൻ ചെല്ലുന്ന വിവരം അറിയാത്തതുപോലെ അവൾ എന്തിനാ നടിക്കുന്നത്? ഇനി ഇതും അവളെന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്ന വിവരം അവളോട് പറയാതെ അവളെ ഞാൻ കളിപ്പിക്കും. അവൾ ഒളിപ്പിക്കുന്ന സസ്പെൻസ് ഞാൻ പൊളിക്കും. അമ്മേ 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 മാമ മാമ വേഗം വാ. എന്തോ കൂട്ടാ? മാമ മാമ എനിക്ക് പേടിയാവണം. മാമ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടുന്ന് പോണം. മാമ 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 എനിക്ക് പേടിയാവണം. വേണ്ട 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 വേണ്ട, കരയണ്ട. ഇവിടെ ഇരിക്കാൻ പേടിയാണെങ്കിലേ നമുക്ക് പുറത്തു പോവാം. അപ്പൊ മാമ നമുക്ക് പുറത്ത് പാർക്കിൽ പോയാലോ? അയ്യോ, ഇപ്പൊ പാർക്കിൽ പോകാൻ പറ്റില്ല. പാർക്ക് അടച്ചുപൂട്ടിയിരിക്കായിരിക്കും. ഓ, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല സിദ്ധു. അകത്ത് കയറാൻ പറ്റില്ലേ? ഇല്ല സിദ്ധു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എന്ത് ചെയ്യാനാണ്? നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ കളിക്കാ? കുട്ടമ്പറ, നമുക്ക് എന്ത് കളിക്കാം? നമുക്ക് ഒളിച്ച് കളിച്ചാലോ? ശരി. ആദ്യം ഞാൻ എണ്ണം, അപ്പൊ ഒളിക്ക്. ബാ ബാ, ഒളിച്ചോ ഒളിച്ചോ. ഞാൻ തോറ്റില്ല. ഇതൊന്നും ഇറങ്ങിയില്ലേ? വരുന്നുണ്ട്. ആ, പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇപ്പൊ തന്നെ ഇറങ്ങാം. നിങ്ങൾ റെഡിയായല്ലോ? ഇറങ്ങാം. എല്ലാരും ആയില്ലേ? എന്നാ നമുക്ക് ഇറങ്ങാം. അല്ല, സിദ്ധുവിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവൻ കാണാതെ വേണം പോവാൻ. അവൻ അപ്പോയിട്ട് അവിടെ ഒളിച്ചു കളിക്കല്ലേ. കളിയുടെ ശ്രദ്ധയിൽ അവൻ നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ല. നമുക്ക് അവന്റെ ശ്രദ്ധയിൽ പെടാതെ പതുക്കെ അങ്ങ് കയറിയാ മതി. അത് മതി. നിങ്ങളെല്ലാരും അച്ഛന്റെ കാറിൽ കയറി, ഞാൻ എന്റെ കാറിൽ അങ്ങോട്ട് വന്നോളാം. എന്നാ ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.